ഞാനിവിടെ വരട്ടെ. നിനക്ക് ഇതിന്റെ ഉള്ളിൽ എന്തായിരുന്നു പരിപാടി രാവിലെ? കുളിക്കായിരുന്നു. നീ സിഗരറ്റ് വലിച്ചില്ലേ രാവിലെ? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പ്രോമിസ് ചെയ്താണല്ലോ, പിന്നെ ഇപ്പൊ അതെന്താ? കുറെ കാലമായിട്ടുള്ള ശീലമല്ലേ, പെട്ടെന്ന് മാറ്റാൻ പറ്റും. നീ മാറി. നീ മറ്റേ ആ ഫയൽ കൊടുത്തായിരുന്നോ? ഞാൻ കൊടുത്തു. വേണ്ടടാ, ഞാൻ നിർത്തി. അതെന്ത് പറ്റി? നിർത്തിച്ചു. ആര്? അവള് തന്നെ, അല്ലാണ്ട് പിന്നെ ആര്? എടാ അത് വീട്ടിലല്ലേ, ഇവിടെ വലിക്കാലോ. ഞാൻ ആരറിയാനാ? അത് ശരിയാണല്ലേ. ആ അപ്പം നെല്ല്, ഞാൻ പോയി സിഗരറ്റ് അടിച്ചിട്ടാ. ചേട്ടാ ഒരു സിഗരറ്റ്. എന്നാ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. അതിന് ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ലല്ലോ. കുളിച്ചില്ലെങ്കിലും എൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ്. എത്ര വലിയൊരു സ്നേഹം. എനിക്ക് എന്ത് സ്നേഹമല്ലേ. അതെ, എനിക്കൊരു കട്ടൻ ചായ തരൂ. ഹലോ, ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഭയങ്കര തലവേദനയൊക്കെ അടി. ഒരു കട്ടൻ ചായയാ. ചക്കരക്കുട്ടിയല്ലേ? പിടിച്ചില്ല. എടാ വാതില് തുറന്നിട്ടിട്ട് ഇവന് ഇതെവിടെ പോയി? രാഹുലേ, ഡാ. രാഹുലേ, ഞാൻ നിനക്കൊരു സാധനം. രാഹുലേ, നീ സിഗരറ്റ് വലിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. ഇടി, ഇതങ്ങനെ അങ്ങനെ നാട്ടുകാർ വരയ്ക്കുമ്പോഴത്തെ അപ്പോൾ ചാത്ത സാധനമൊന്നുമല്ല. ഒരെണ്ണത്തിന് വില 18 രൂപയാണ്. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിന് നിക്കോട്ടിനൊക്കെ കുറവാണ്. അതുകൊണ്ട് കഷ്ടമുണ്ട്. ഞാൻ മരിച്ചോട്ടെ. നീ പിന്നെയും വലിയ തുടങ്ങിയല്ലേ? പോടി, നിന്റെ തോന്നല. പിന്നെ എന്താ ഇതില് നീ ആര് കൈ 18 രൂപ അയച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഞാൻ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ കൂടുതൽ പറഞ്ഞ് കഷ്ടപ്പെടണമെന്നില്ല രാവിലെ. ഇത് ഞാൻ ഇതൊരു പ്രശ്നമാക്കുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ റൈറ്റ്സ് ഉണ്ട്. എടി, നീ അങ്ങനെയൊന്നും പറയല്ലേ. രാവിലെ നീയൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ ഫ്രീഡം ഇല്ലാണ്ടാക്കാൻ, നിന്റെ മേത്ത് അധികാരം എടുക്കാനാണ് ഞാനിതൊക്കെ പറയുന്നതെന്നാ? നിനക്കറിയാലോ എൻ്റെ വീട് എത്ര ഹാപ്പി ആയിരുന്നു എന്ന്. എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോകുന്നോടം വരെ. കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ അമ്മയിൽ. ഇതുപോലൊരു ചെറിയ ശീലത്തിൽ അച്ഛനും തുടങ്ങി. പക്ഷേ എവിടെയോ ആൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അമ്മ പഠിച്ച പണി 18 നോക്കി, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഞാനും അന്ന് അമ്മേനെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് അമ്മേൻ്റെ കാര്യം നോക്കിപ്പോയിക്കൂടെ, അച്ഛൻ എന്തായാലും അച്ഛൻ്റെ ഇഷ്ടത്തിനായി ജീവിക്കുമെന്ന്. പക്ഷേ ആ അമ്മേൻ്റെ വേദന കുറച്ചൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ മരിച്ച് 8 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അമ്മ പറയും അച്ഛൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല. ഇമോഷണൽ ആവല്ലേ.
ഇമോഷണൽ ഒന്നുമില്ല. എടീ, എല്ലാ ആണുങ്ങളും വിചാരിക്കും പോലെ നിൻ്റെ വാക്ക് കേട്ട് സിഗരറ്റ് വലി നിർത്തി കഴിഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും ഞാൻ എന്നെ ഒരിക്കലും വരിക്കില്ല. ഞാൻ പ്രൂവ് ചെയ്തോളാം. രാവിലെ എനിക്കൊന്നേ ഉള്ളൂ. ഇപ്പം എന്നോട് എൻ്റെ അമ്മ പറയുന്നില്ലേ അച്ഛൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല എന്ന്. ഇതെനിക്ക് എൻ്റെ മക്കളോട് പറയണ്ട. വേണ്ടടാ. വേണ്ടേ? അതെന്താ വീണ്ടും നിർത്തിച്ചാ? നിർത്തിച്ചതല്ല, ഞാൻ നിർത്തി.